ഹലോ സർ, നമസ്കാരം. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ സാറിൻ്റെ ഒരു ആരാധികയാണ്. സന്തോഷം. ഒരുപാട് കാലമായിട്ട് സാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാനൊരു ആദ്യത്തെ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എല്ലാവരും ആടുജീവിതത്തെ പറ്റിയാണ് കുറച്ച് പോപ്പുലറായിട്ട് നിൽക്കുന്നതാണ്. എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മഞ്ഞവെയിൽ മരണങ്ങളാണ്. അപ്പോൾ എനിക്കറിയാം ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും എൻ്റെ ഒരു എല്ലാവരുടെയും ചോദ്യങ്ങൾ അവരവർക്ക് പുതിയതാണ്, അതുകൊണ്ട് കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ക്രിസ്റ്റിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? ഇത്രയും കാലം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പലപ്പോഴും വായനക്കാർ പലരും ഇങ്ങനെ ക്രിസ്റ്റിയുടെ രണ്ടാം ഭാഗം എഴുതണം, ബാക്കി എന്ത് സംഭവിച്ചു എന്ന് പറയണമെന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അതിനെ അങ്ങനെ ഉപേക്ഷിക്കുകയും മറ്റു ചില കഥകളിലേക്ക് പോവുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായി ക്രിസ്റ്റിയുടെ രണ്ടാം ഭാഗം എഴുതണം, ക്രിസ്റ്റിക്ക് എന്ത് സംഭവിച്ചു എന്ന് വായനക്കാരോട് പറയണമെന്നൊരാഗ്രഹം ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് ചില ആലോചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു രൂപരേഖയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതിനൊരു പൂർണ്ണമായ തെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എഴുതുകയും ഒരു രണ്ടാം ഭാഗം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് അതെ, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഇപ്പോൾ ആടുജീവിതം സിനിമയായി, അഥവാ മഞ്ഞവെയിൽ മരണങ്ങൾ സിനിമയാകുമോ എന്നറിയില്ല. അല്ല, സിനിമയെ സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ നടന്നിരുന്നെങ്കിൽ പോലും മഞ്ഞവെയിൽ മരണങ്ങളുടെ ഒരു രൂപം, അതിൻ്റെ ഒരു വലിപ്പം ഒരു പക്ഷേ ഒരു സാധാരണ സിനിമയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആടുജീവിതം തന്നെ വളരെ ചെറിയ നോവലായിട്ടും അത് സിനിമയായപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്ന് പലരും പരാതി പറയുകയും ഞങ്ങൾ ആഗ്രഹിച്ച ചില ഭാഗങ്ങൾ കാണാതെ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതുമ്പോൾ അത് സമ്പൂർണ്ണമായ ഒരു സിനിമ എന്ന രീതിയിൽ എത്രത്തോളം ആവുമെന്ന് എനിക്കും സംശയമുണ്ട്. പക്ഷേ ഒരു വെബ് സീരീസൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടി സമഗ്രമായി ആ നോവലിനെ അടയാളപ്പെടുത്താനും ചിത്രീകരിക്കാനും കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിന് ചില ആലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. എപ്പോഴെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നടക്കുകയാണെങ്കിൽ ക്രിസ്റ്റി അന്ത്രപ്പേർ എന്ന ക്യാരക്ടറിന് അനുയോജ്യനായിട്ടുള്ള മലയാള സിനിമയിൽ ആരായിരിക്കും സാർ ചൂസ് ചെയ്യുക? അയ്യോ, ഞാനങ്ങനെ ചൂസ് ചെയ്യാൻ പ്രാപ്തനല്ല. അല്ല, അത് അന്നേരത്തെ സംവിധായകൻ്റെ ഒരു നിശ്ചയവും നമുക്ക് നേരത്തെ സാമ്പത്തിക സ്ഥിതി, ഇപ്പം ഒരു നടനെ നമുക്ക് വേണമെന്ന് പറഞ്ഞാലും നടന് കൊടുക്കാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നടനെ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി സാധ്യതകൾ ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ആലോചിച്ചില്ല. കാരണം നമ്മളത് അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് തിരക്കഥയിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു ബാരിയറായി മാറും. അതിനപ്പുറത്ത് കഥാപാത്രത്തെ സമ്പൂർണ്ണ ചിത്രത്തിന് ശേഷം കൂട്ടായ തീരുമാനത്തിലൂടെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെ ഒരു കൺവിക്ഷനിലൂടെയോ ആ കഥാപാത്രത്തെ കണ്ടെത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് കുറച്ച് ചോദിക്കണം എന്ന് വിചാരിച്ചാണ്, ഇപ്പോൾ സ്വയം എഴുതിയ നോവലുകൾ പിന്നീട് വായിച്ചു നോക്കാറുണ്ടോ? വല്ലപ്പോഴും, അതെന്ന് വെച്ചാൽ സമ്പൂർണ്ണമായും വായിക്കാറില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മളൊരു പുതിയ നോവൽ എഴുതുന്നു, അതിനകത്ത് ഭയങ്കര സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷം എന്ന് പറഞ്ഞാൽ എഴുതാൻ ഇനി എങ്ങനെയാണെന്ന് എഴുതാനൊക്കെ ഒരു വൈഷമ്യ ഘട്ടമൊക്കെ വരുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ നോവൽ എഴുതിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടി ചുമ്മാതെ നോവലിലെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും ഇതെന്നെ ഇപ്പോഴും തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ മനസ്സ് തന്നെ ഔട്ട്ഡേറ്റഡ് ആയി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒരു ആസ്വാദകൻ എന്ന നിലയിലല്ല, ഞാൻ എന്നെ തന്നെ വീണ്ടും ഒന്ന് നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ നോവലുകൾ വായിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ സാറ് ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആനന്ദത്തിനും ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ എഴുതി തീർന്നിട്ട് എനിക്ക് ഒരുപാട് സംതൃപ്തി കിട്ടിയ ഒരു നോവലാണ്, ഒരു വർക്കാണിത്, ഭയങ്കര സന്തോഷത്തോടെ എഴുതി തീർത്ത ഒരു നോവൽ ഏതായിരിക്കും? അത് മഞ്ഞവെയിൽ മരണങ്ങൾ തന്നെ. കാരണം ഒരു നോവലിസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിനകത്തെ ഓരോ ഘട്ടമാണ്. അപ്പോൾ ആ പ്രതിസന്ധി എത്രയും കൂടുന്നു അതിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദം വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈസിയായി ഓടിയെത്തുന്ന ഒരു ഓട്ടവും അല്ലെങ്കിൽ ഈസിയായി പാസ്സാവുന്ന ഒരു പരീക്ഷയും നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് പാസ്സാവുന്ന ഒരു പരീക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ഈ കഥ ഇങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് സംഘർഷം ഉണ്ടാവുകയും എന്നാൽ അതിനെയൊക്കെ മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് ആ നോവൽ എഴുതി വായനക്കാർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സംതൃപ്തി കിട്ടിയിട്ടുള്ളത് മഞ്ഞവെയിൽ മരണങ്ങൾ തന്നെയാണ്. പുതിയ എഴുത്തുകാരെ വായിക്കാറുണ്ടോ? എല്ലാ പുതിയ എഴുത്തുകാരെയും ധാരാളമായി വായിക്കാറുണ്ട്. പുതിയ രചനകൾ എന്താണ്, പുതിയ കാലം എങ്ങനെയാണ് സംസാരിക്കുന്നത്, അവർ എങ്ങനെയൊക്കെയാണ് ഈ പുതിയ കാലത്തിനെ കഥാലോകത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ അങ്ങനെ അത്രത്തോളം സിനിമ, കാരണം എൻ്റെ ഒരു വായനാശീലവും ഇതുവരെയുള്ള വായന ഇഷ്ടവും ഒക്കെ കുറേ കൂടി ഗൗരവമുള്ള സാഹിത്യങ്ങൾ വായിക്കുന്നു. അത്തരം രചനകൾ മോശമാണെന്നോ അത് വായിക്കരുതെന്നോ അർത്ഥത്തിലല്ല, പക്ഷേ എൻ്റെ ഒരു ഇഷ്ടമേഖലയല്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി എഴുതുന്ന കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോഴുണ്ട്, അവരുടെയൊക്കെ കൃതികളാണ് വായിക്കുന്നത്. ഇത്തരം സിനിമാറ്റിക് കാര്യങ്ങളൊന്നും അധികം വായനയില്ല എന്നുള്ളതാണ് സത്യം.
പൊതുവേ ഒരു സംസാരമുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ വരുമ്പോൾ കേട്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും ചോദിക്കുകയാണ് സാറിന് ഇപ്പോൾ വായന, ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ വായന കുറവാണ് എന്നൊരു അങ്ങനൊന്നുമില്ല. മുൻകാലങ്ങളെക്കാൾ വായന കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഈ സാഹിത്യോത്സവങ്ങളും പുസ്തക വിൽപ്പനയും ഒക്കെ തെളിയിക്കുന്നത്. പണ്ടും ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തും എൻ്റെ ഗ്രാമത്തിലും ആകെ വായിക്കുന്നത് 3-4 പേരായിരിക്കും. ഇപ്പോൾ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നും വായന എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിൻ്റെയാണ്. സിനിമ കാണുന്നത് പോലെയോ മറ്റു കലകൾ ആസ്വദിക്കുന്നത് പോലെയോ ഗാനമേള കാണാൻ പോകുന്നത് പോലെയോ മിമിക്രി കാണാൻ പോകുന്നത് പോലെയോ ഒന്നും പുസ്തകം ആസ്വദിക്കുന്നവരില്ല. എല്ലാ കാലത്തും വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൻ്റെ എണ്ണം ഇപ്പോൾ നോക്കുമ്പോൾ കുറേ കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പുതിയ കുട്ടികൾ വായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ കുറേ കൂടെ ചൂസ് ചെയ്യണം. ഇപ്പം ഞങ്ങളുടെ കാലത്ത് വായിക്കാൻ ഞങ്ങൾക്ക് വളരെ വിനോദത്തിന് ഞങ്ങൾ പരിമിതമായ അവസരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ടി വിയോ മറ്റു മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് വായന കൂടുതൽ ഞങ്ങൾ. പക്ഷേ ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വായന ഒരു ചൂസി സാധനമാണ്. അവരുടെ മറ്റനേകം കാര്യങ്ങൾക്കിടയിലാണ് ഒന്നാണ്. അതുകൊണ്ട് അവർ വളരെ സെലക്റ്റീവായ വായനയിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര വൈഡായ വായനയായിരുന്നു. അത്രമാത്രമായിരിക്കും വ്യത്യാസം. അവർ കുറേ പ്രശസ്തമെന്ന് തോന്നുന്ന അവരിതുവരെ കേട്ടറിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും വായിക്കുന്നത്. ഞങ്ങൾ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുന്ന ഒരു തലമുറയായിരുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. വായന കുറഞ്ഞു എന്ന ഒരു തോന്നൽ എനിക്കില്ല. അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇതിപ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്കും പേഴ്സണലി എഴുതാനും വായിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ലെങ്കിൽ എഴുതി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർക്കൊക്കെ പ്രചോദനമാകാൻ വേണ്ടി സാറിന് എന്താണ് പുതിയ തലമുറയിലെ വരാനിരിക്കുന്ന എഴുത്തുകാരോട് എന്താണ് പറയുന്നത്? നമുക്ക് പുതിയ ഒരു കാര്യം പറയാനുണ്ട് എങ്കിൽ ആ കാര്യത്തിൽ മേൽ നമുക്ക് ഉറച്ച കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം ആ കഥയെ സംബന്ധിച്ച് നമുക്ക് സമ്പൂർണ്ണമായ രൂപം കിട്ടിയിട്ടില്ല. ആ കഥാപാത്രം എങ്ങോട്ടാണ് പോയത്, ആ കഥാപാത്രത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായ രൂപമില്ലാത്തതുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും പലതരം സാധ്യതകൾ, ഒരു കഥാപാത്രത്തിന് എന്തുതരം അന്ത്യം ഉണ്ടാവാം, എന്തുതരം യാത്രയും ഉണ്ടാവാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തമ്പാനൂർ വരെ പോകാൻ നമുക്ക് പല വഴികൾ ഉപയോഗിക്കാം. അത് ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത്? നമ്മളിങ്ങനെ നിരന്തരം ആ കഥാപാത്രത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കുക, പുതിയ പുതിയ കഥാസന്ദർഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കഥാസന്ദർഭം അതിൽ യോജിച്ചല്ലായിരിക്കാം, കളയാം, വീണ്ടും ഉണ്ടാക്കാം. അങ്ങനെ നിരന്തരം അതിന്മേൽ പരിശ്രമം എടുത്തു കഴിഞ്ഞാൽ ആ കഥ എഴുതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളിൽ ആ കഥയുണ്ട് എങ്കിൽ, സർഗാത്മകതയുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും നമുക്കത് എഴുതി പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് എഴുത്തുമായി മുന്നോട്ട് പോവുക എന്നതാണ് പുതിയ തലമുറയിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന മോൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, സന്തോഷം.